പറഞ്ഞത് വിഴുങ്ങുമോ CPM എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ KM മാണിയുടെ പാർട്ടി ഇന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനത്തെ രാഷ്ട്രീയ വഞ്ചന, അവസരവാദപരം, കുതിരക്കച്ചവടം എന്നൊക്കെ വിശേഷിപ്പിച്ചത്? കേരള കോൺഗ്രസുമായി ചേർന്നുള്ള അവിടുത്തെ ജില്ലാ പഞ്ചായത്തിലെ പാർലമെൻ്ററി പാർട്ടിയിൽ 14 ആളുകളാണുള്ളത്. 14 ആളുകൾ ഒരുമിച്ച് ചേർന്ന് 14-ൽ 8 ഞങ്ങളാണ്, 6 കേരള കോൺഗ്രസ്സാണ്, 8, 6, 14. ഈ ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞ 3-ാം തീയതി ഒരു യോഗം ചേർന്ന് ആ യോഗത്തിൽ വെച്ച് ഒഫീഷ്യലായിട്ട് 2 കാര്യങ്ങൾ തീരുമാനമെടുത്തു. ഒന്ന്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ശ്രീ ജോഷി ഫിലിപ്പ് മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാരിച്ച ബുദ്ധിമുട്ട് കൊണ്ട് ആ ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ, ആ സ്ഥാനത്തേക്ക് 2.5 കൊല്ലമാണ് കേരള കോൺഗ്രസുമായി അതിൻ്റെ കാലാവധി തീരുമാനിച്ചിരുന്നത്. ആദ്യത്തെ 2.5 കൊല്ലം കോൺഗ്രസ്സിന് കിട്ടിയ ആദ്യത്തെ 2.5 കൊല്ലത്തിൽ അവശേഷിക്കുന്ന കാലഘട്ടത്തിലേക്ക് ശ്രീ സന്ദീപ് പാമ്പാടിയെ പ്രസിഡൻ്റാക്കുന്നതിന് തീരുമാനിച്ചു. 14 ആളുകളുടെ യുനാനിമസ് തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനം നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അതിനുവേണ്ടിയാണ് എല്ലാവരും നിന്നത്. ഇന്ന് രാവിലെ വന്നപ്പോൾ കാര്യങ്ങൾ തകിടം പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ചേർന്ന് 6 കേരള കോൺഗ്രസും 6 മാർക്സിസ്റ്റ് പാർട്ടി, 7 ഉണ്ടായിരുന്ന LDF-ൽ, പക്ഷേ LDF-ലെ CPI-യെ ഒഴിവാക്കിക്കൊണ്ട് 6 CPM-ഉം ഒരുമിച്ച് ചേർന്ന് നിന്ന് 6, 12 അവർ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അപ്പോൾ ഒരു മുന്നണിയിൽ നിന്ന് ഒരു രാത്രി കൊണ്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോയത്, അതിൻ്റെ പേരെന്താണെന്ന് ആലോചിച്ചാൽ മതി. അതാണ് ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസവഞ്ചന. ആ വിശ്വാസവഞ്ചനയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ശ്രീ തിരുവഞ്ചൂർ, ഇതിന് KM മാണി പറയുന്നത്, നിങ്ങളിങ്ങനെ ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി, ആ ധാരണയുടെ സത്ത എന്ന് പറയുന്നത് പരസ്പര വിശ്വാസവും പരസ്പര ബഹുമാനവും പരസ്പര സഹകരണവുമാണ്. അത് ഒരു കടലാസിൽ മാത്രമായി ഒതുങ്ങേണ്ടതല്ല, അത് പാലിക്കേണ്ട ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്. അത് എല്ലാവരുടെയും വാക്കിലും പ്രവൃത്തിയിലും ശീലത്തിലും ഉണ്ടാകണം. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നതാണ് ആക്ഷേപം. നിങ്ങളുടെ DCC തലത്തിൽ നിന്നുണ്ടായില്ല, നിങ്ങളുടെ KPCC തലത്തിൽ നിന്നുണ്ടായില്ല, നിങ്ങളുടെ UDF തലത്തിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ട് വ്രണപ്പെട്ടവർ നിങ്ങളെ തള്ളുന്നു. ഈ ഒരു മാസത്തിനുള്ളിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? നേരത്തെ തീരുമാനമെടുത്ത ഇന്നലെ വൈകുന്നേരം വരെ ഈ തീരുമാനത്തോടൊപ്പം നിന്നവരാണല്ലോ. ഇന്ന് നേരം വിളിക്കുമ്പോഴാണോ ഈ പുതിയ ചിന്തയൊക്കെ ഉണ്ടാകുന്നത്? അപ്പോൾ ഇനി അഥവാ ഇതിനോടൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു മാർഗങ്ങൾ തേടുകല്ലേ? രണ്ടും മുൻ പാർട്ടികൾ തമ്മിൽ ചേരുന്ന ഇത് രാഷ്ട്രീയമാണ്. മലപ്പുറം തെരഞ്ഞെടുപ്പിന് ശേഷം KPCCയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ KM മാണിയെ സ്വാഗതം ചെയ്യുന്നു. അവർ പറഞ്ഞിട്ടല്ല. അപ്പോൾ ചോദിക്കാമല്ലോ, ആശയവിനിമയം നടത്തിക്കൊണ്ടല്ലേ ചെയ്യേണ്ടതെന്ന്. താങ്കൾ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന അതേ സമീപനം അങ്ങനെയല്ല. നിങ്ങളൊരു സമീപനം എടുക്കുകയാണ്, അദ്ദേഹം വരട്ടെ എന്ന്. PT തോമസ് മറിച്ച് പറയുന്നു. പിന്നീട് KPCC കഴിയുമ്പോൾ MM ഹസൻ തന്നെ പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. UDF-ലുള്ളവർ പറയുകയാണ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും വേണ്ട, വരുന്നെങ്കിൽ വരട്ടെ. ഇതൊക്കെ KM മാണിയുമായി ആശയവിനിമയം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രതികരണങ്ങളല്ല. നിങ്ങൾക്കിതൊക്കെ ആകാം, മറിച്ച് അതിനുള്ള രാഷ്ട്രീയ പ്രതികരണം അവസരം നോക്കി അവർ ചെയ്യുന്നു. നിങ്ങളെപ്പോലെ സംഘടിതരല്ല. കിട്ടിയ അവസരം വെച്ചുകൊണ്ട് വഞ്ചനയുടെ ഒരു ലാഞ്ചനയും കൂടെ ചേർത്തുകൊണ്ട് അങ്ങോട്ട് തരുന്നു. അപ്പോൾ ആ പ്രതികാരത്തിന് ഇരട്ടി മധുരമായിരിക്കും ചിലർക്ക്. ആ ഗണത്തിലാണ് ഇപ്പോൾ അവർ പെടുന്നത്. ആ ഗണത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ആരെയെങ്കിലും ചതിച്ചുകൊണ്ട് നിന്നിട്ടുള്ളൊരു പാർട്ടി ഒരു ദശാബ്ദക്കാലം നിന്നിട്ടുണ്ടോ? നിൽക്കില്ല. അതിടയ്ക്ക് വെച്ച് തകരും. ആ പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരും. PJ ജോസഫും കൂട്ടരും ഇതുപോലെ തന്നെ ഒന്നും പറയാതെ ഇങ്ങോട്ട് പോന്നില്ലേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? അന്ന് നിങ്ങൾ ഈ നിലപാടെടുത്തില്ലല്ലോ. ഇത് രാഷ്ട്രീയ കേരളത്തെ വഞ്ചിക്കലാകും, അതുകൊണ്ട് PJ ജോസഫും കൂട്ടരും നിലനിൽക്കില്ല എന്നൊന്നും അന്ന് പറഞ്ഞില്ല. അന്നത്തേത് സീറ്റ് തർക്കമാണ്, കൊണ്ടുവരുന്നവർ അനുഭവിച്ചോണമെന്ന് മാത്രമാണ് അന്നത്തെ നിലപാട്. അല്ലാതെ ആ വന്നതിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയെപ്പറ്റി നിങ്ങളാരും അന്ന് ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ട് കണ്ടില്ല. അപ്പോൾ ഇതിങ്ങോട്ട് കിട്ടുന്നു, അപ്പോൾ സ്വീകരിക്കാം. ചിലപ്പോൾ ഇങ്ങോട്ട് കൊടുക്കുന്ന നിലയും വരും, അതും സ്വീകരിക്കണം. ഇവിടെ കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും അല്ല പ്രധാനപ്പെട്ട പ്രശ്നം, രാഷ്ട്രീയ സത്യസന്ധതയാണ്.
ആ രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് ഡോക്യുമെൻ്ററി എവിഡൻസോട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ ഇത് നിൽക്കാൻ പറ്റുമോ? ഇപ്പോൾ തർക്കിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പറയാം, ശ്രീ നായനാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദിവസം നേരം വെളുത്തപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന കുഞ്ഞുമാണി പോയി. അപ്പോൾ അത് ഒത്തിരി ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മളുടെ ഈ 21ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാമോ? ആ സംഭവം തങ്ങൾ CPM-ന് തടസ്സമാകാതിരുന്ന എന്ത് രാഷ്ട്രീയ ബോധ്യമാണ് CPI-യെ സംബന്ധിച്ച് ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചത്? ആ മറുപടിയാണ് ഈ VN വാസവൻ ചേരുകയാണ് ഈ ചർച്ചയിൽ. ശ്രീ VN വാസവന് ബോധ്യമാകേണ്ടത്. താങ്കളുടെ പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പ്രഖ്യാപിത നയമുണ്ട്. ആ നയമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ് CPI. ഇങ്ങനെ ഒരു മാറ്റത്തിന് അവരെ പ്രേരിപ്പിച്ച വസ്തുതകൾ എന്തെന്ന് ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ടില്ല. ആലോചിക്കേണ്ടതാണ്. ആലോചിക്കാതെ തീരുമാനമെടുത്ത് അവർ ഏകപക്ഷീയമായി പോകുന്നതിനെ ശരിക്കും പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെ ആലോചിക്കാൻ അവർ ബാധ്യതയില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയം മാണിക്കെതിരായ നിലപാട് സ്വീകരിക്കാനാണ്. മാണി അഴിമതിക്കാരനാണ്. മാണി അഴിമതി നടത്തിയതിൻ്റെ കഥകൾ നമ്മൾ പ്രചരിപ്പിച്ചില്ലേ, പറഞ്ഞില്ലേ, നിയമസഭയിൽ കാണിച്ചില്ലേ, എന്തെല്ലാം ചെയ്തു? അതെല്ലാം അന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിന് വ്യത്യസ്തമായിക്കൊണ്ടൊരു തീരുമാനമെടുക്കത്തക്ക സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അതൊരു രാഷ്ട്രീയമായ ഒരു നിലപാട് അതിനുള്ള അവരുടെ മറുവാദം എന്ന് പറയുന്നത് ഇതിന് ഒരു സംസ്ഥാന വ്യാപകമായ രാഷ്ട്രീയ ധ്വനിയില്ല എന്നാണ്. ഇതൊരു ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം. അവിടെ വളരെ തന്ത്രപരമായി എങ്ങനെയാണോ ഭരണത്തിലിരിക്കുന്നവർക്ക് ഇടയിൽ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് വിള്ളലുണ്ടാക്കുക, അട്ടിമറി നടത്തുക എന്നതാണ് അതിലെ തന്ത്രം. അങ്ങനെ ഒരു തന്ത്രം നടപ്പാക്കുമ്പോഴത്തേക്ക് തീർച്ചയായും ആ ജില്ലയിൽ, ആ ജില്ലാ പഞ്ചായത്തിൽ CPI-ക്കും അംഗമുണ്ട്. CPI-യുമായിട്ടും ആലോചിക്കാം. അങ്ങനെ ആലോചിച്ചില്ല. ആ മാണി മോശക്കാരനായ മാണിയെ ഇപ്പം എങ്ങനെയാ നല്ലവനാക്കി? ശ്രീ N. അനിരുദ്ധൻ, ഈ CPI-യും CPM-ഉം ഒരുമിച്ചാണല്ലോ ഇവിടെ പ്രതിപക്ഷമായിരിക്കുന്നത്. ഈ വോട്ട് ചെയ്യാനുള്ള പുതിയ സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് അറിയാതിരിക്കുന്നയാളാണ് നിങ്ങളുടെ ആ CPI പ്രതിനിധി എങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം CPM-ന്റെ പ്രതിനിധികൾ വന്ന് ചെവിയിലോതിയാൽ മാത്രം ബോധ്യമാകുന്ന രാഷ്ട്രീയ വിവേകമേ CPI-യുടെ പ്രതിനിധിക്കുള്ളൂവെങ്കിൽ താങ്കൾ ഈ ചർച്ചയിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുകയാണ് വേണ്ടത്. കാരണം മറ്റൊരാൾ ഓതിക്കൊടുക്കുന്നതല്ല അദ്ദേഹം അവിടെ പറയേണ്ടത്. അങ്ങനല്ല പറയുന്നത്. CPI-യുടെ പ്രതിനിധി വോട്ട് ചെയ്യുന്നത് പാർട്ടി നിർദ്ദേശിക്കുമ്പോഴാണ്. അല്ലാതെ അയാൾക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവകാശം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. പാർട്ടിയുടെ വിപ്പുണ്ടാകും. അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. പാർട്ടിയുടെ ഏത് ഘടകം എടുക്കുന്ന തീരുമാനം? കോട്ടയം ജില്ലയിലെ ജില്ലയിലെ പാർട്ടി തീരുമാനിക്കുന്നത് ജില്ലാ കമ്മിറ്റി എടുക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ VN വാസവൻ, ജില്ലാ കമ്മിറ്റി N. അനിരുദ്ധൻ പറയുന്നു LDF-ന്റെ തീരുമാനമല്ല ഇത്. LDF-ന്റെ തീരുമാനമല്ലാത്തത് കൊണ്ടാണ് CPI-യുടെ അംഗം വിട്ടുനിന്നത്. എന്തുകൊണ്ട് ഇത് LDF-ന്റെ ഒരു തീരുമാനമാണെങ്കിൽ CPI അംഗവുമായി ആശയവിനിമയം നടത്തിയില്ല? അതിനുള്ള മറുപടി ആദ്യം. വേണു, ഇത് CPI-യായി ആശയവിനിമയം നടത്തിയില്ല എന്ന് ശ്രീ അനിരുദ്ധൻ പറഞ്ഞത് ശരിയല്ല. ഞാൻ തന്നെ CPI-യുടെ ജില്ലാ സെക്രട്ടറിയെ ഇന്ന് രാവിലെ ഫോണിൽ ആദ്യം കോൺടാക്ട് ചെയ്യുന്ന അദ്ദേഹത്തെയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു അതൊന്ന് ആലോചിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വിളിക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് പുള്ളിക്കാരന്മാർ വീണ്ടും വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഏതായിരുന്നാലും നയപരമായ ഒരു പ്രശ്നമായതുകൊണ്ട് അതിനോട് യോജിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് സെൻറ്റർ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ നിഷ്പക്ഷത പാലിക്കാം എന്ന രൂപത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള എല്ലാ ഘടകകക്ഷികളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. ഈ CPI ഒഴിച്ചുള്ള എല്ലാ ഘടകകക്ഷികളും ഈ കാര്യത്തിൽ കേരള കോൺഗ്രസിനെ എതിർക്കുകയാണെങ്കിൽ, മത്സരിക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ് LDF-ൽ രേഖപ്പെടുത്തിയത്. അങ്ങനെ കോട്ടയം
ുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ ജില്ലാ ഘടകം CPI ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ചേർന്നാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ളവർക്കാർക്കും അവിടെ ജില്ലാ പഞ്ചായത്തിൽ ബാക്കിയുള്ളവർക്കാർക്കും അവിടെ പ്രാതിനിധ്യമില്ലല്ലോ അല്ലേ ശ്രീ VN വാസവൻ? അല്ല, പ്രാതിനിധ്യമില്ലെങ്കിലും വേണോ? മുന്നണി മര്യാദ അനുസരിച്ച് അവർ കേന്ദ്രത്തിൽ മുന്നണിയിലൊക്കെ ബുദ്ധിമുട്ടില്ല, നിലപാടെടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. കാരണം വാക്കുകൊണ്ടുള്ളൊരു നിലപാട് മാത്രമാണല്ലോ, പ്രവൃത്തിയിലാണല്ലോ ഇതെല്ലാം തീരുമാനിക്കപ്പെടുക. ഒരു നിമിഷം, ഇവിടെ ശ്രീ N. അനിരുദ്ധന്റെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് കോട്ടയത്തെ ഒരു ദ്വീപല്ല എന്നാണ് താങ്കളുടെ പ്രതികരണത്തിൽ നിന്നായാലും ശ്രീ N. അനിരുദ്ധന്റെ പ്രതികരണത്തിൽ നിന്നായാലും വ്യക്തമാകുന്നത്. അതുകൊണ്ടാണല്ലോ ജില്ലാ കമ്മിറ്റിയിലെ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവരാരും ഒറ്റ ദ്വീപുകളല്ല, ഇവരെയെല്ലാം ബന്ധിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടർച്ചയുണ്ട്, രാഷ്ട്രീയ നിലപാടിൻ്റെ ഒരു തുടർക്കണ്ണിയാണ് ആ പ്രതിനിധി. ഇവിടെ സംസ്ഥാന തലത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാത്ത ഒന്ന് എങ്ങനെയാണ് ഈ തുടർക്കണ്ണിയിലെ അഭേദ്യമായൊരു ഘടകമായ ഈ ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങൾക്ക് ഭേദിക്കാൻ കഴിയുന്നത്? N. അനിരുദ്ധൻ്റെ പാർട്ടിക്കാരൻ ഒരാളേ ഉള്ളൂ, എന്നിട്ട് പോലും അയാൾക്കത് ചെയ്യാൻ കഴിയാതെ പോകുന്നത്? ശ്രീ VN വാസവൻ, ചോദ്യം താങ്കളോട്. ഇവിടെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇന്ന് രാവിലെയാണ് യോഗം ചേരാൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ മാത്രമാണ് കേരള കോൺഗ്രസ് മത്സരിക്കുന്ന വിവരം അറിയിക്കുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിൽ എടുത്ത രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിതമായി ഞങ്ങൾക്കുള്ള രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. കോൺഗ്രസിനെയും BJPയെയും എതിർക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രഖ്യാപിത രാഷ്ട്രീയ നയം തന്നെയാണ്. അതുപോലെ തന്നെ CPMന്റെ പാർട്ടി കോൺഗ്രസ് എടുത്ത പ്രഖ്യാപിത നയമാണ്. ഇവിടെ ഞങ്ങൾ ഈ കാര്യത്തിൽ കേരള കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ വരുന്നത് കോൺഗ്രസ് വീണ്ടും ജയിക്കും. കോൺഗ്രസ് വീണ്ടും ജയിച്ചാൽ ഒന്ന്, കഴിഞ്ഞ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ഉണ്ടായ കെടുകാര്യസ്ഥതയും മറ്റു കാര്യങ്ങളുമെല്ലാം നിരവധി ഘട്ടങ്ങളിൽ ഇവിടുത്തെ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത്തരം പ്രശ്നം നിൽക്കുമ്പോൾ മാത്രവുമല്ല, ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലുമെല്ലാം കോൺഗ്രസ് ഇന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ. അതിനോട് ഇപ്പോൾ BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെയും BJPയെയും എതിർക്കാതെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാനാവില്ല. അത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയാവുന്ന ഏതൊരാൾക്കും അറിയാം. നമുക്ക് ഈ സമയത്ത് എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷേ ശ്രീ VN വാസവൻ, ഈ ജനവിധിയുടെ പിൻബലത്തിലാണല്ലോ നിങ്ങളിതെല്ലാം പറയുന്നത്. നിങ്ങൾ ഈ വികസിപ്പിക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾക്കൊടുവിൽ കിട്ടിയ ജനവിധിയുടെ പിൻബലത്തിലാണ്. അതിൻ്റെ ആധാരശില എന്ന് പറയുന്നത് UDF എന്ന നിലയിലല്ല. അതിൻ്റെ ആധാരശില എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയുള്ളതായിരുന്നു ആ ജനവികാരം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമായി നിങ്ങൾ ചൂണ്ടിക്കാട്ടിയത് KM മാണിയെയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങൾ പുതിയൊരു രാഷ്ട്രീയ നിലപാട് പറയുന്നത്. കോൺഗ്രസിനെയും BJPയെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി KM മാണിയും അടക്കമുള്ള ആളുകളുമായി ധാരണയാകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉന്നയിച്ച അഴിമതിയുടെ പ്രതീകത്തിന് ഒപ്പം തന്നെ നിങ്ങൾക്ക് കൈകോർക്കാൻ കഴിയുമെന്നതാണ്. ഇതാണ് ശ്രീ N. അനിരുദ്ധൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി. അതൊരു CPIയുടെ മാത്രം പ്രതിസന്ധിയല്ല ശ്രീ VN വാസവൻ. ശ്രീ വേണു പറഞ്ഞതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാന കക്ഷി UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് തന്നെയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ മാണിയുടെ പേരിൽ 1 കോടിയുടെ ആക്ഷേപമാണ് വന്നതെങ്കിൽ K. ബാബുവിൻ്റെ പേരിൽ 10 കോടിയുടെ ആക്ഷേപമാണ്. അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രിക്കെതിരായി സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട അഴിമതി 1 രൂപയായാൽ മതി. അഴിമതി 1 രൂപയായാൽ മതി. 1 കോടിക്കാരനെ 10 കോടിക്കാരനെ വെച്ചുകൊണ്ട് താരതമ്യം ചെയ്ത് രക്ഷപ്പെടുത്താൻ നോക്കുന്ന ഈ നിലപാടിന്റെ അവസരവാദപരമായ സമീപനത്തിനുള്ള അംഗീകാരമാണ് നിങ്ങളുടെ ഈ പറയുന്ന അംഗങ്ങൾ ചേർന്ന് ഈ കൊടുത്തിരിക്കുന്ന പിന്തുണ. ശ്രീ VN വാസവൻ, 10 കോടിക്കാരനെയാണ് ഞങ്ങൾക്ക് പ്രധാനം, 1 കോടിക്കാരനെ അല്ല. ഇതാണ് നിങ്ങൾ അഴിമതിയുമായി ബന്ധപ്പെട്ട സമീപനം. അല്ല, നിങ്ങളത് വ്യാഖ്യാനിച്ചതാ. ഞാൻ ഇവരാരും ഏതൊരു തരംതിരിച്ചല്ല പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ അഴിമതിയുടെ പ്രതീകം. അതിന്റെ കാരണം താങ്കൾ നോക്കിയപ്പോൾ 10 കോടിയായി അത് തൂങ്ങി. 1 കോടി എന്ന് പറയുന്നത് അഴിമതി നോക്കുമ്പോൾ എത്ര തുച്ഛം എന്ന് കരുതുന്നു. ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഴിമതിയെ സംബന്ധിച്ച അഴിമതി വിരുദ്ധ രാഷ്ട്രീയമെങ്കിൽ അല്ലല്ല, ഒരു നിമിഷം. നാളെ 11 കോടിയുടെ ഒരു അഴിമതി ആരോപണം BJPക്കെതിരെ വന്നാൽ, ഒരു നിമിഷം, നാളെ 11 കോടിയുടെ അഴിമതി ആരോപണം BJPക്കെതിരെ വന്നാൽ
VN വാസവൻ 10 കോടിയുടെ അഴിമതിക്കാരെ കോൺഗ്രസിനെ പിന്തുണയ്ക്കും. ഇതാണ് നിങ്ങൾ പറയുന്ന സന്ദേശം, അഴിമതി വിരുദ്ധ സന്ദേശം. നിങ്ങൾ വേണു അത് തെറ്റായി വ്യാഖ്യാനിച്ച. ഞാനിവിടെ സൂചിപ്പിച്ചത് വേണു ആദ്യം പറഞ്ഞ വാചകം കൂടി എടുക്കണം. വേണു എന്താ പറഞ്ഞത്? KM മാണിക്കെതിരായിട്ടുള്ള സമരം നടത്തിയല്ലേ നിങ്ങൾ അധികാരത്തിൽ? ആ KM മാണിക്കെതിരായി മാത്രമല്ല, UDF-ലെ എല്ലാ മന്ത്രിമാരും നടത്തിയ അഴിമതിക്കെതിരായി സമരം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ അഴിമതിക്കാരും കുംഭകോണക്കാരും കുത്തകവർഗ പ്രീണന നയവുമായി നടക്കുന്ന കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിനെതിരെയും BJP-ക്കെതിരെയും നിങ്ങളുടെ സമരവും KM മാണിക്കെതിരെയുള്ള നിങ്ങളുടെ സമരവും ഏതായിരുന്നു ശക്തം? ഏതാണ് കേരളം കണ്ടത്? അല്ലേ, ഈ സമരത്തിൽ എല്ലാം ഞങ്ങൾ UDF-ലെ എല്ലാ മന്ത്രിമാരുടെയും അഴിമതിക്കെതിരായി നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ശരി, അതിലേതെങ്കിലും ഒരു അഴിമതി ഭേദമെന്നോ? ശരി ശ്രീ VN വാസവൻ, നിങ്ങൾ അത് മാത്രമല്ല ചെയ്തത്, നിങ്ങളുടെ പ്രതിനിധികൾ തന്നെ, നിങ്ങളുടെ നിയമസഭാ പ്രതിനിധികൾ തന്നെ കോടതിയിലേക്ക് പോയി. KM മാണിക്കെതിരെ ശിവൻകുട്ടി പോയി, VS അച്യുതാനന്ദൻ പോയി. അപ്പോ നിങ്ങൾ എല്ലാ തലങ്ങളിലും യുദ്ധം നടത്തുകയായിരുന്നു KM